ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദി റിയൽ OG ഹൾക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീഡിയോയിലേക്ക് പോകാം. അപ്പം മാർവൽ കോമിക്സിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ടയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കഥാപാത്രമാണ് ഹൾക്ക്. എല്ലാ മാർവൽ കഥാപാത്രങ്ങളും മരിച്ചാൽ പോലും ഹൾക്കിന് മരണമില്ലാതെ ഭൂമിയിൽ തുടർന്നു പോകാൻ കഴിയുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു ഇമ്മോർട്ടൽ ക്യാരക്ടറാണ്. ആ കഥാപാത്രത്തിനെ പിടിച്ചാണ് മാർവൽ സിനിമയിലോട്ട് കൊണ്ടുവന്നപ്പം മുന്നേഷ് കുമാറാക്കി മാറ്റിക്കളഞ്ഞത്. കാരണം ഹൾക്കിൻ്റെ പവർ എന്താണെന്ന് പോലും 2018-ലോ 19 ഇൻഫിനിറ്റി വാറിലോ അതോ എൻഡ് ഗെയിമിലോ കാണാൻ സാധിച്ചിട്ടില്ല. നല്ലൊരു ആക്ഷൻ സീക്വൻസ് കൊടുത്തിട്ട് പോലും ഇല്ല. താനോസൊക്കെ ഇടിച്ച് പഞ്ഞിക്കിട്ടണയാണ് കണ്ടിട്ടുള്ള ഇൻഫിനിറ്റി വാറിൽ. പക്ഷെ അങ്ങനത്തെ ഹൾക്കല്ല, പ്രൊഫസർ ഹൾക്കല്ല നമുക്ക് വേണ്ടത്. റോ ആങ്കർ ഗാമ ഉള്ള ഒരു ഹൾക്കിനാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ വേണമെങ്കിൽ പോലും യൂണിവേഴ്സൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൾക്കിൻ്റെ റൈറ്റ്സ് മുഴുവനും നമ്മളെ മാർവലിന് കൊടുത്താലേ വല്ല സിനിമ ഇറങ്ങാൻ പറ്റുള്ളൂ. ദി വേൾഡ് വാർ ഹൾക്ക് എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന റൂമറൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് ഇറങ്ങുന്ന പോസിബിൾ ആവുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുകയോ അഥവാ മാർവൽ യൂണിവേഴ്സൽ പിക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രം വാച്ചാൽ മാത്രമേ ഇനി അങ്ങനത്തെ സിനിമ ഉണ്ടാവുള്ളൂ. ഇനി സിനിമ ഹൾക്ക് മൂവി, ഒരു പ്രോപ്പർ ഹൾക്ക് മൂവി എന്ന് പറഞ്ഞാൽ ദി ഇൻക്രെഡിബിൾ ഹൾക്കാണ്. 2008 പുറത്തിറങ്ങി അതാണ് ഹൾക്ക് മൂവി എന്ന് പറയുന്നത്. പക്ഷേ അന്ന് നിർഭാഗ്യവശാൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് 1000 കോടി രൂപയായിരുന്നു. സിനിമയുടെ ബ്രേക്ക് ഇവൻ്റ് പോയിൻ്റ് മാത്രമേ കടന്നിട്ടുള്ളൂ. 1800 കോടി രൂപ. വലിയ വിജയമൊന്നും അല്ലെങ്കിൽ പോലും ചെറിയൊരു വിജയമായിരുന്നു സിനിമ. പക്ഷെ അന്നിറങ്ങിയ സിനിമ ഇന്നാണ് അതിൻ്റെ വില അറിയുന്നത്. അതാണ് ഒരു നിരാശയെന്ന് പറയുന്നത്. പക്ഷേ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന് പറയുന്ന റിപ്പീറ്റ് വാല്യൂള്ളൊരു സിനിമയും കൂടെയാണ്. അതുപോലത്തെ സിനിമയാണ് ഹൾക്ക് സിനിമകൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്.